സർ, അമേരിക്കയിൽ FBI ഓഫീസിനടുത്ത് ഇസ്രായേൽ എംബസിക്ക് മുമ്പിൽ 2 പേരെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. അത് ഒന്ന് പുരുഷനും ഒരു സ്ത്രീയുമാണ്. എന്താണ് വിശദവിവരങ്ങൾ? ഇത് ഈ ഇസ്രയേൽ എംബസി ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ സംഭവം നടന്നത് ഈ ജൂയിഷ് മ്യൂസിയത്തിന്, ക്യാപിറ്റൽ ജൂയിഷ് മ്യൂസിയം, ജൂത മ്യൂസിയത്തിന് പുറത്ത് ആണ് സംഭവം നടന്നത്. ഈ മ്യൂസിയത്തിൻ്റെ അകത്തൊരു ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു. അതിന് ആളുകളൊക്കെ വന്നിരുന്നു, VIP-കളും ഒക്കെ വന്നിരുന്നു. അപ്പോൾ ആ മ്യൂസിയത്തിൻ്റെ പുറത്താണ് ഈ 2 എംബസി ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. വെടിവെച്ച് കൊന്നയാൾ അത് കഴിഞ്ഞ് ഫ്രീ പലസ്തീൻ എന്ന് അലറി വിളിക്കുന്നുണ്ടായിരുന്നു. പലസ്തീൻ സ്വതന്ത്രമാകണം, പലസ്തീൻ സ്വതന്ത്രമാകണം എന്ന് അലറി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊല്ലപ്പെട്ട 2 പേര് അവർ വിവാഹം കഴിക്കാൻ ഇരുന്നവരാണ്, ജെറുസലേമിൽ പോയിട്ട്. അതിനുവേണ്ടി ഈ പയ്യൻ, ദമ്പതിമാരാകേണ്ടവർ, എൻഗേജ്മെന്റ് നടക്കാൻ പോവുമായിരുന്നു, മനസ്സമ്മതം. അതിന് മോതിരം വാങ്ങിച്ചിരുന്നു. ആ സമയത്ത് ഇവരെ ധരിക്കാൻ ഉള്ള മോതിരം വാങ്ങിച്ചിരുന്നു. അപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന യൗവനത്തിൽ ഉള്ള 2 പേരെയാണ് കൊന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അമേരിക്കൻ ജൂയിഷ് കമ്മിറ്റി അവർ നടത്തുന്ന മ്യൂസിയമൊക്കെയാണ്. രാത്രി 9 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ ഒരു 9:05 സംഭവം ഉണ്ടായതായിട്ടാണ് വാർത്തകളിൽ കാണുന്നത്. ഇത് ജൂതവിരുദ്ധ ഭീകരതയുടെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെ ആകണമല്ലോ, അല്ലെങ്കിൽ ജൂയിഷ് മ്യൂസിയത്തിൻ്റെ അകത്ത് ചടങ്ങ് നടക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം നടത്തേണ്ട കാര്യമില്ല. നയതന്ത്രജ്ഞരെ കൊല്ലുന്നത് ഈ റെഡ് ലൈനിൻ്റെ ലംഘനമാണ് എന്ന് സ്ഥാനപതി, ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രയേൽ സ്ഥാനപതി ഡാനി ഡോണൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്മണരേഖ കടന്നിരിക്കുകയാണ് ഈ ഭീകരത. അങ്ങനെയാണ് നയതന്ത്രജ്ഞരെ ആക്രമിച്ച് കൊല്ലാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതും അമേരിക്കയിൽ, വാഷിങ്ടണിൽ, FBI ഓഫീസിൻ്റെ തൊട്ടടുത്ത്. FBI ഓഫീസിലേക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന്. FBIയുടെ ഫീൽഡ് ഓഫീസിൽ നിന്ന് ഏതാനും വാര അകലെ മാത്രമാണ് ഈ ജൂയിഷ് മ്യൂസിയം. ഈ ചടങ്ങിന് അറ്റോർണി ജനറൽ പാം ബോണ്ടി എത്തിയിരുന്നു. ആ സ്ത്രീ എത്തിയിരുന്നു, അറ്റോർണി ജനറൽ എത്തിയിരുന്നു. മുൻ ജഡ്ജി ജിയാനൈൻ പിറോയുടെ കൂടെയാണ് അവരെത്തിയതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു ദൃക്സാക്ഷി വിവരണം പോലെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ പഴയ ജഡ്ജി ജിയാനി പിറോയും ഉണ്ടായിരുന്നു എന്ന് അറ്റോർണി ജനറൽ പറഞ്ഞിട്ടുണ്ട്. അറ്റോർണി ജനറലിൻ്റെ ഓഫീസും തൊട്ടടുത്താണ്. ഒരുപാട് സർക്കാർ കെട്ടിടങ്ങൾ ഇതിൻ്റെ അടുത്താണ്. ഈ മുമ്പ് ജഡ്ജിയായിരുന്നു ജിയാനിൻ പിറോ, ഇപ്പോൾ വക്കീലാണ്. അവരും ഈ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ വാഷിങ്ടണിൽ ഈ 3rd and F സ്ട്രീറ്റ്സ്, 3rd സ്ട്രീറ്റും F സ്ട്രീറ്റും, ഇതിൻ്റെ 2ൻ്റെ ഇടയ്ക്കാണ് ഈ മ്യൂസിയം. അവിടെയാണ് സംഭവം നടന്നത്, US അറ്റോർണി ഓഫീസിൻ്റെ അടുത്ത്. അപ്പോൾ ഇയാൾ, ഈ പ്രതി, കുറച്ചു നേരം ഈ സംഭവത്തിന് മുമ്പ് പുറത്തിങ്ങനെ പമ്മി നടക്കുന്നത് ആളുകൾ കണ്ടിരുന്നു. അതൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ ഈ പ്രതിയുടെ പേര് എലിയാസ് റോഡ്രിക്സ് എന്നാണ്. 30 വയസ്സ്. എലിയാസ് റോഡ്രിക്സ് എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് അല്ലേ? ആളൊരു മുസ്ലിമോ അല്ലല്ലോ. അല്ല. അപ്പോൾ വേറെ ആരുടെയോ വാടക കൊലയാളിയോ മറ്റോ ആകണം. എലിയാസ് റോഡ്രിക്സ് 30 വയസ്സ്. അയാളെപ്പറ്റി വേറെ വിവരങ്ങളൊന്നും നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് വന്നിട്ടില്ല. കസ്റ്റഡിയിലാണ്. അപ്പോൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ടൂറിസ്റ്റ് സൈറ്റുകൾ, വേറെയും മ്യൂസിയങ്ങൾ, സർക്കാർ മന്ദിരങ്ങളൊക്കെ ഇതിൻ്റെ അടുത്തുണ്ട് FBI ഓഫീസിന് പുറമെ. ഈ 4 പേരുടെ ഒരു സംഘം വരുമ്പോൾ അതിൻ്റെ നേരെയാണ് ഈ ഇയാൾ വെടിവെച്ചത്. അതിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഇയാൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് അവിടുത്തെ കാവൽക്കാരി ഇയാളെ പിടികൂടുകയായിരുന്നു. അപ്പോൾ കൂളായിട്ട് വെടിവെച്ച ശേഷം അയാൾ പുറത്തേക്ക് രക്ഷപ്പെടുകയൊന്നുമില്ല, ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്തത്. ഇനി വേറെ ആളുകളെയും കൊല്ലാനുണ്ടായിരുന്നോ? ഈ ചടങ്ങിന് വന്ന കുറെ ആളുകൾ കാണുമല്ലോ, ജൂതന്മാർ. അപ്പൊ അങ്ങനെ ഉദ്ദേശം ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല. അപ്പോഴേക്കും ഈ സെക്യൂരിറ്റി അവരെ പിടിച്ചു. അപ്പോൾ ഈ എലിയാസ് റോഡ്രിക്സ് എന്ന് പറഞ്ഞ ഈ പ്രതി ഷിക്കാഗോയിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ
ഇത് നെതന്യാഹു വലിയ രോഷം ഈ സംഭവത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ശരിക്കും അമ്പരന്നിരിക്കുകയാണ്, ഇങ്ങനൊരു സംഗതി വാഷിങ്ടണിൽ നടക്കാൻ പാടില്ലായിരുന്നു. ഈ ജൂതവിരോധം അല്ലേ, വിരുദ്ധത, അത് വലിയ പ്രചാരത്തിൽ ഉണ്ട് എന്ന്. ഈ എലിയാസ് റോഡ്രിക്സ് എന്നൊക്കെ പറഞ്ഞ ആള് ഈ പല യൂണിവേഴ്സിറ്റികളിലും ഒക്കെ അവിടെ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിരുന്നല്ലോ അമേരിക്കയിൽ. അതിനെതിരെ ട്രംപ് വന്നിട്ടാണ് ആക്ഷൻ വരുന്നത്. ബൈഡന്റെ കാലത്ത് ആർക്കും എന്തും ആകാമായിരുന്നു സർവകലാശാലകളിൽ. അങ്ങനെയൊക്കെ ഉള്ള ഈ റോഡ്രിക്സ് അങ്ങനെയൊക്കെ ഉള്ള ആളാണോന്ന് അറിയില്ല, ഏലിയാസ് റോഡ്രിക്സ്. അപ്പോൾ അയാൾ ആരാണ് എന്താണെന്നുള്ളത് ഇനി പുറത്തു വരണം. അതാണ് സംഭവം. ഈ ജെറുസലേമിൽ പോയി പ്രപ്പോസ് ചെയ്യാനായിട്ടാണ് ഈ മോതിരം വാങ്ങിച്ചിരുന്നത് ഈ ദമ്പതിമാരിലെ ആ പുരുഷൻ. ശരിക്കും സാറേ, ഇസ്രായേലിൽ ഇപ്പം ഒറ്റപ്പെടുത്താനുള്ള നീക്കം പല ഭാഗത്തുനിന്നും നടക്കുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ വെച്ച് തന്നെ ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേരിലേക്ക് നീളില്ലേ? ഒരുപാട് വിരലുകൾ പല ഭാഗത്തേക്ക് നീന്നാൽ തെറ്റു പറയാൻ പറ്റുമോ? ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഒന്നാമത് ഈ പറഞ്ഞതിൻ്റെ അകത്ത് ശരിയാണ്. നമ്മൾ ഇന്നലെ ഒരു ചർച്ച ഇസ്രയേലിനെ പറ്റി ചെയ്തപ്പോൾ ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിച്ചേക്കും എന്ന് CNN റിപ്പോർട്ട് ചെയ്ത കാര്യം പറഞ്ഞിരുന്നു. അതെ. അപ്പോൾ തന്നെ എന്നോട് സിനിജ് ചോദിച്ചിരുന്നു, ഈ നെതന്യാഹു ട്രംപ് തെറ്റിയോന്ന്. അതെ, തെറ്റിയ പോലത്തെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ. അത്ര നല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിറിയയിലെ ആ പ്രസിഡന്റിനെയൊക്കെ സ്വീകരിക്കുകയൊക്കെ ചെയ്തില്ലേ ട്രംപ്? 25 വർഷത്തിന് ശേഷം ഒരു സിറിയൻ പ്രസിഡന്റുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അപ്പൊ അങ്ങനത്തെ അയാൾ ഹമാസ് ഹൽഖേദൊക്കെ ആയിട്ട് ഹൽഖേദയായിട്ടൊക്കെ ബന്ധം ഉണ്ടായിരുന്ന ആളാണ്. എന്നിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കൂടെ പോയി പിന്നെ HTS ഉണ്ടാക്കി മൊത്തത്തിലൊരു തീവ്രവാദിയാണ് അയാൾ. മറ്റേ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ബാഗ്ദാദിയുടെ ഒക്കെ വലങ്കയോ മറ്റൊക്കെ ആയിരുന്ന ഒരാളാണ്. അതെ, അയാളിപ്പോ കോട്ടിട്ട് വന്നപ്പോഴത്തേക്ക് ട്രംപിന് ഇഷ്ടപ്പെട്ടു. അതെ. അപ്പൊ അങ്ങനെ ഉള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നു ഇല്ലേ? അതെ. മിഡിൽ ഈസ്റ്റില് വേറൊരു നയം ട്രംപ് കൈയാളുന്നു. ഇസ്രയേലിലല്ലാതെ ഉള്ള ഈ അറബ് രാജ്യങ്ങളുണ്ടല്ലോ, മുസ്ലിം രാജ്യങ്ങൾ, അവരുമൊക്കെ ആയിട്ട് കടയും ചക്കരയും പോലെ ബോബനും മോളിയും പോലെ നടക്കും ട്രംപ്. സമ്മാനം കിട്ടുന്ന വിമാനം, ഖത്തറിൽ നിന്നൊരു സമ്മാനം കിട്ടി. അപ്പൊ പിണറായി വിജയൻ പറഞ്ഞ പോലെ ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ വിമാനത്തിനെ പറ്റി ചോദിക്കാൻ തുടങ്ങിയപ്പോ ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ എന്ന് പറഞ്ഞു. കടക്ക് പുറത്തുനിന്നാണല്ലോ മലയാളം, അതിപ്പോ ഇംഗ്ലീഷായി എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം ഇവിടെ നടന്നേ ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചോദിക്കാൻ പാടില്ല. അപ്പൊ ആ ഒരു പോളിസി ഉണ്ടല്ലോ, വിറ്റ്കോഫ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻവോയ് ഉണ്ടല്ലോ, അത് ഈ കുടുംബത്തിലൊക്കെ ഉള്ള കച്ചവടങ്ങളൊക്കെ ഇല്ലേ, ട്രംപിന്റെ മക്കളും ഒക്കെ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളാണ് ഈ വിറ്റ്കോഫ്. ഈ വിറ്റ്കോഫ് പാകിസ്ഥാനിലെ ഒരു ക്രിപ്റ്റോ കറൻസി ഇടപാട് ട്രംപിന്റെ മക്കൾക്കുണ്ട്, കരാറൊക്കെ ഒപ്പിട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ അകത്ത് ഈ വിറ്റ്കോഫിന്റെ കുടുംബാംഗങ്ങളും ഉണ്ട് എന്ന് റിപ്പോർട്ടുകളിലുണ്ട്. ഈ വിറ്റ്കോഫിന് വലിയ കാര്യമായിട്ടാണല്ലോ ട്രംപ് അവതരിപ്പിക്കുന്നത്, മിഡിൽ ഈസ്റ്റിലെ ഞങ്ങളുടെ പ്രത്യേക പ്രതിനിധി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പം ട്രംപിന് വേണ്ടിയിട്ട് സഹായം ചെയ്യുന്നവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നു. ആരാണ് ഈ വിറ്റ്കോഫ്? വിറ്റ്കോഫ് അമേരിക്കയിൽ ട്രംപ് കഴിഞ്ഞാൽ അടുത്ത റിയൽ എസ്റ്റേറ്റ് മുതലാളിയാ, കച്ചവടക്കാരനല്ലേ. അങ്ങനെയാണ് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തരം നയവുമായിട്ട് നടക്കുന്നതിൽ ഇസ്രയേലിന് വലിയ അതൃപ്തി ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണാം. മാത്രമല്ല ഇറാനിലെ ഖമനേയി പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സമാധാന ശ്രമത്തിലൊന്നും വലിയ വിശ്വാസമില്ല, ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം, നമ്മൾ എന്തുകൊണ്ട് ഈ ഇറാന്റെ പേര് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംശയത്തിന്റെ ഒരു നിഴൽ ഇതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ്. ആരാണിത്? ഈ എലിയാസ് റോഡ്രിക്സ് എന്ന് പറഞ്ഞ പേര് കേട്ട് കഴിഞ്ഞാൽ അയാൾ ഹമാസുമായിട്ട് ബന്ധപ്പെടേണ്ട ആളല്ല, ജിഹാദി ആകേണ്ട ആളല്ല, അല്ലേ? അപ്പൊ ഒരു വാടകയ്ക്കെടുത്ത ഒരാളായിട്ടേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. അപ്പൊ വാടകയ്ക്കെടുത്ത രാജ്യം, ശക്തികൾ, അല്ലേ, അതാര് എന്നുള്ള സംശയമാണ് വരിക. അതാണ് ഇയാളെ പറ്റി വലിയ വിവരങ്ങളൊന്നും ഇതുവരെ വരാത്തത്. ഇയാൾ എവിടെയായിരുന്നു, എന്തായിരുന്നു? ഷിക്കാഗോയിലാണ്, 30 വയസ്സാണ്, ഇന്നലെ അറിയുള്ളൂ. അതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസ്രയേൽക്കാരായ 2 പേരെ വെടിവെച്ച് കൊല്ലുന്നു, അതും FBI തൊട്ടടുത്ത് വെച്ച്. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ പ്ലാൻ ചെയ്തവർക്ക് അത്രയും ശക്തരായിരിക്കുന്നതുകൊണ്ട് ഒരു ധാരണയില്ല. മാത്രമല്ല അയാൾ രക്ഷപ്പെടാനേ ശ്രമിക്കുന്നുമില്ല. അതെന്തായിരിക്കും? അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എന്ന് പറഞ്ഞാൽ അയാൾ വീണ്ടും മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി.
ആളുടെ കയ്യിൽ മറ്റേ തോക്കുണ്ടല്ലോ. അതെ. അപ്പോൾ ഈ 4 പേരടങ്ങിയ സംഘത്തിനെയാണ് അയാൾ ഉന്നം വെച്ചത്. അതിൽ 2 പേരാണ് ഈ ദമ്പതിമാരാകാൻ പോകുന്ന ആളുകൾ. അകത്തേക്ക് കയറിയിട്ട് ആൾക്ക് വേറെ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമായിരിക്കും. വേറെ എന്തെങ്കിലും തകർക്കണമെന്നോ ആളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും സ്ഫോടകങ്ങളുണ്ടോ നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ ഇയാളുടെ കാര്യങ്ങൾ. ഇയാൾ വേറെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ ഇയാളെ ഭടന്മാരെ കീഴ്പ്പെടുത്തി. അതാണ് സംഭവിച്ചത്. പിന്നെ ശരിക്കും അമേരിക്ക വെല്ലുവിളിക്കുന്നത് പോലെ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ജൂതന്മാർക്കെതിരായ ആക്രമണമാണ്. കാരണം അവിടെ ഈ ആൻറ്റിസെമിറ്റിക് ഭീകരത ഒക്ടോബർ 7-ന് ശേഷം പടരുന്നൊരു സ്ഥലമാണ് അമേരിക്ക എന്ന് പൊതുവെ വിശ്വാസമുണ്ട്. പിന്നെ ഈ സർക്കാർ കെട്ടിടങ്ങളൊക്കെ FBI-യുടെ ഫീൽഡ് ഓഫീസ് ഉൾപ്പെടെ ഉള്ള സ്ഥലത്ത് പോയി ഇങ്ങനെ ചെയ്യാമെങ്കിൽ ശരിക്കും അമേരിക്കയുടെ സെക്യൂരിറ്റി സിസ്റ്റത്തിന് വെല്ലുവിളിക്കുന്നതാണല്ലോ പരിപാടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.